ഹായ് അശ്വതി. ഹായ്. സുഖാണോ? ഇതാണ് അശ്വതിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ഞാൻ. ഓക്കെ, ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് കൂടിയിട്ടുള്ള ഒരു പാക്കേജ്. ഓക്കെ ഓക്കെ. അശ്വതിയുടെ വീട് എവിടെയായിരുന്നു? എന്റെ വീട് മലപ്പുറം, പൊന്നാനി. അശ്വതി എങ്ങനെയാണ് അവോധയെ കുറിച്ച് അറിഞ്ഞത്? അത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ജോയിൻ ചെയ്യാം, ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ടൈമായിരുന്നു. അപ്പൊ എന്താ ചെയ്യാന്നുള്ള പ്ലാനിങ്ങില് ലാസ്റ്റ് മന്തൊക്കെ ആയപ്പോ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഇങ്ങനെ ചേരാം, അവോധയിൽ ചേരാം. എന്തായാലും ഓൺലൈനിലായിട്ടല്ലേ, അപ്പോ ഗ്യാപ്പും വരില്ല എന്നുള്ളതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ക്ലാസ് ജോയിൻ ചെയ്തു. കഴിഞ്ഞതിന്റെ ആ ടൈമിൽ തന്നെ, എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ജോയിൻ ചെയ്തു. ഡിഗ്രി ഏതായിരുന്നു പഠിച്ചേ? BSc മാത്സ്. ഇപ്പോ കറന്റ്ലി എന്താണ് ഇപ്പോ അശ്വതി ചെയ്യുന്നത്? ഇൻവെസ്റ്റഫിൽ വർക്ക് ചെയ്യുന്നു. അവോധയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പഠിക്കുന്ന സമയത്തൊക്കെ നീഡ് ഹെൽപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, യൂസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ അവർ ക്ലിയർ ചെയ്ത് തരും. കുഴപ്പമൊന്നുമില്ല. ജാബ് സെഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് അവോധയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതാന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലൈനിലായതുകൊണ്ട് എപ്പോ വേണേലും കാണാം. പിന്നെ ഇങ്ങനെ ഇത്ര വീഡിയോ കണ്ടു തീർക്കണം, ഇത്ര ടൈമിൽ കാണണം, അങ്ങനെയൊന്നുമില്ല. ഏതൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്, എറണാകുളത്തെ ഏതൊരു ഇത് പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, സാപ്പ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അവോധയിൽ വർക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞ് അവോധയില് അങ്ങനെ ആർക്കും ജോലി കിട്ടുന്നില്ല, വെറുതെ അങ്ങനെ നോക്കണ്ട, ചിലപ്പോ അവരുടെ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാവും, അങ്ങനെ പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങി. രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങി അല്ലെ? 2800 രൂപയ്ക്ക് ഇങ്ങനെ ഒരു കോഴ്സ് എന്ന് കേട്ടപ്പോ, അവോധയിൽ ഒരു കോഴ്സ് എന്ന് കേട്ടപ്പോ അശ്വതിക്ക് എന്താണ് തോന്നിയിരുന്നത്? ഒരുപാട് പേര് അവോധയിൽ ജോയിൻ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്താണ് അശ്വതിക്ക് പറയാനുള്ളത്? അവോധയില് ജോലി കിട്ടും പറയുന്നത് ഉറപ്പാണ്. എന്താണ് അവോധയെ കുറിച്ച് മറ്റുള്ളവർക്ക് ഇപ്പോ ഒരുപാട് പേര് അവോധയിൽ ജോയിൻ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്താണ് അശ്വതിക്ക് പറയാനുള്ളത്? ഇല്ല, പലരും പലതും പറയും, പക്ഷെ അവോധയില് ജോലി കിട്ടും പറയുന്നത് ഉറപ്പാണ്. ഉറപ്പാണ് അല്ലെ? താങ്ക് യു അശ്വതി. കുറച്ചു നേരം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതില്, അവധയെ കുറിച്ച് അശ്വതിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. ഓക്കെ.